നമസ്കാരം. നമ്മൾ UPI ട്രാൻസാക്ഷനിൽ നമ്മൾ തെറ്റായ വ്യക്തിയിലേക്ക് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് സൊല്യൂഷൻ ആ വ്യക്തിയെ കോൺടാക്ട് ചെയ്ത് നമ്മൾ പണം ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ തുടർന്ന് കാണാം. നിങ്ങൾ വെബ് ബ്രൗസറിൽ npci.org.in എന്ന വെബ്സൈറ്റിൽ കയറുക. ഞാനിപ്പോൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്ന ഇൻ്റർഫേസ്. ഇത് പതുക്കെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കൺസ്യൂമർ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനിൽ ഈ പ്ലസ് സൈനിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ലിസ്റ്റിൽ കാണുന്ന ഫസ്റ്റ് UPI കംപ്ലൈൻറ്റ് ചൂസ് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് താഴെ ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഒരുപാട് ലിസ്റ്റുകൾ കാണാം. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, അതായത് നിങ്ങൾ ട്രാൻസാക്ഷൻ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ, അപ്പോൾ നമ്മൾ വ്യക്തിയിലേക്കാണല്ലോ ട്രാൻസ്ഫർ ചെയ്തത് ബൈ മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ചൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത മൂന്നാമത്തെ ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട്, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഈ ട്രാൻസാക്ഷൻ ID എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം ആ ഒരു സ്ലിപ്പിൻ്റെ ഏറ്റവും താഴെ തന്നെ UPI റെഫറൻസ് നമ്പർ എന്നുള്ളൊരു നമ്പർ കാണാം. ആ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ ഉദാഹരണം എന്താണ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ 5HO അങ്ങനെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു നമ്പർ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്പർ കൊടുത്തതിന് ശേഷം ഈ സെലക്ട് ബാങ്ക്, നിങ്ങൾ ഏത് ബാങ്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് ചൂസ് ചെയ്യുക. പിന്നീടുള്ളത് നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങൾക്ക് പോയി, ഉദാഹരണം ഇപ്പോൾ 2000 ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ 2000 എന്നുള്ളൊരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ സംഭവിച്ചെന്നുള്ളത്, ഈ എറർ മിസ്റ്റേക്ക് സംഭവിച്ചെന്നുള്ളത് കൊടുക്കുക. ഏതെങ്കിലും ഡേറ്റ് ഞാനിപ്പോൾ കൊടുക്കുന്നു. ഓക്കെ. ഇമെയിൽ ID, നിങ്ങളുടെ കറക്റ്റുള്ള ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഇത് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ. സി യു. ബൈ ബൈ.